ഇനി എല്ലാവരും പുഷ്പാർച്ചന നടത്തിക്കോളാം. നിന്നോട് സാഹിത്യം ഞാൻ ഈ ചോദിക്കുന്നത്, മറുപടി പറയാൻ നിനക്കെന്താ ഇത്ര മടി? ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറ സാഹിത്യ. നീ എന്തിനാ അമൂല്യയുടെ ബാഗിൽ ഈ വളകൾ ഒളിപ്പിച്ചത്? What the hell, വേദാന്ത്? നിങ്ങൾ എന്താ ഈ പറയുന്നേ? അപ്പൊ ഞാൻ മനഃപൂർവ്വം കള്ളക്കഥയുണ്ടാക്കി എല്ലാവരുടെയും മുന്നിൽ നിന്നെ കുറ്റക്കാരിയാക്കിയെന്നാണോ നീ പറയുന്നത്? നിങ്ങൾക്ക് എന്നോട് എന്തിനാ ഇത്ര ഡൗട്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വളയോട് കുറച്ച് ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാ. അതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ കുറ്റക്കാരിയാക്കരുത്. അപ്പൊ അമൂല്യയുടെ ബാഗിൽ ഈ വളകൾ വരാൻ കാരണം നീ അല്ല അല്ലേ? വള എന്റെ ടേബിളിനെ താഴെ കിടന്നു എന്നല്ലേ പറഞ്ഞത് വേദാന്ത്? പിന്നെ നീ എങ്ങനെയാ അമൂല്യയുടെ ബാഗിൽ ഈ വളകൾ ഉണ്ടാവുമെന്ന് കറക്റ്റായി പ്രെഡിക്റ്റ് ചെയ്തത്? നീ അമൂല്യയെ കുറ്റക്കാരിയാക്കാൻ പ്ലാൻ ചെയ്തിരുന്നില്ലെങ്കിൽ നീ വേറെ ഒന്നും പറയാതെ പിന്നെയും ആ ബാഗിന്റെ കാര്യം മാത്രം പറഞ്ഞിരുന്ന എന്തിനാ? അത് മാത്രമല്ല, അമൂല്യയുടെ ബാഗ് എവിടെയാ ഉള്ളതെന്ന് നിനക്കറിയായിരുന്നു. വേദാന്ത് പ്ലീസ് ലിസൺ. ജസ്റ്റ് ഷട്ട് അപ്പ് സാഹിത്യ. നിനക്കൊന്നും അറിയില്ല എന്നുള്ള നാടകം വേണ്ട. ഈ വളകൾ അമൂല്യയുടെ ബാഗിൽ ഉണ്ടായിരുന്നു. അത് ആ ബാഗിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തത് ഞാൻ തന്നെയാ. പിന്നെ എന്തിനാ വേദാന്ത് എന്നിങ്ങനെ വഴക്ക് പറയുന്നേ? വള അവളുടെ ബാഗിലാ കണ്ടതെങ്കിൽ അത് അവള് മോഷ്ടിച്ചു എന്നല്ലേ അതിനർത്ഥം? ഇനി ഇതുപോലെ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കില്ല സാഹിത്യം. അമൂല്യയെ മോശക്കാരിയാക്കി മാറ്റാനാണ് നിന്റെ പ്ലാനെങ്കിൽ എന്റെ മറ്റൊരു മുഖമായിരിക്കും നീ ഇനി കാണാൻ പോകുന്നേ. അമൂല്യ ഈ വളകളൊന്നും മോഷ്ടിച്ചിട്ടില്ല. ഇൻഫാക്ട് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾക്കൊന്നും വാശി പിടിക്കവള് നീയല്ല. കാരണം ഇവൾ അത്ര അഭിമാനമുള്ള കുട്ടിയാ, വളരെ നല്ല പെൺകുട്ടിയാ. ഇവളുടെ ബാഗിൽ ആ വളകൾ കൊണ്ടുപോയി വെച്ചത് നീയാണ്. അതെനിക്ക് മനസ്സിലായിരുന്നു. നീ ഇത്രയ്ക്കും ചീപ്പായി പെരുമാറുന്ന ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല സാഹിത്യ. അല്ല, സത്യം പറഞ്ഞ നിന്റെ ഉദ്ദേശങ്ങളൊക്കെ എന്താ? ഐ ഹാവ് അബ്സല്യൂട്ട്ലി നോ ക്ലൂ. ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ച് കഴിഞ്ഞുണ്ടല്ലോ, എന്റെ മറ്റൊരു മുഖമായിരിക്കും നീ ഇനി കാണാൻ പോകുന്നത്. നീ ഇനി സംസാരിച്ചു തുടങ്ങിയ ഒരു വാക്കേ നിനക്ക് പറയാനുണ്ടാവൂ. അത് സോറി അല്ലേ? അമൂല്യയോട് ക്ഷമ ചോദിക്ക് സാഹിത്യ. വേണ്ട വേദാന്ത്, ഈ വളകൾ എന്നെക്കാളും ചേരുന്നത് അമൂല്യ, നീ ഒന്ന് നിന്നേ. മുത്തശ്ശി പറഞ്ഞത് നീയും കൂടെ കേട്ടതല്ലേ? മുത്തശ്ശി നിനക്കിത് സ്നേഹത്തോടെ തന്നതാണ്.
അതുമാത്രമല്ല, ഇതെനിക്ക് തരുമ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്ക് ഇത് കൊടുക്കാനാ മുത്തശ്ശി പറഞ്ഞത്. ഞാൻ ഈ വളകൾ ചോദിക്കാൻ വേണ്ടി നിന്റെ വീട്ടിലേക്ക് വന്നിരുന്നു. അന്ന് നിന്റെ കൈകളിൽ ഈ വള കിടക്കുന്ന ഞാൻ കണ്ടതാ. ഈ വളകൾ ഏറ്റവും യോജിക്കുന്ന നിന്റെ കൈകൾക്കാ. അതുകൊണ്ട് ഞാനിതിപ്പോ നിനക്ക് തരുവാണ്. നിനക്കേ ഇത് യോജിക്കുള്ളൂ. ഇല്ല വേദാന്ത്, അത് ശരിയാവില്ല. ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. മുത്തശ്ശി പറഞ്ഞ പോലെ ഇത് ഞാൻ നിനക്ക് തരണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാ ഇത് തരുന്നത്. നീ ഇത് കയ്യിലിട്ടേ പറ്റൂ. റിംഗ് ഉള്ളോണ്ട് ഇടാൻ പറ്റില്ല. ഈ വളകൾ നിന്റെ കയ്യിലിടാൻ വേണ്ടി റിങ് പോലും അനുവദിക്കുന്നില്ല. ഇങ്ങോട്ട് എടുത്തത്. അതെന്റെ ഫേവറേറ്റ് റിംഗാ. അവളുടെ ഒരു റിങ്. കൈ കാണിക്ക്. ചേട്ടന്റെ മനസ്സിൽ അമൂല്യ മാത്രം ഉള്ളതെന്നതിന് ഇതിനേക്കാളും വലിയ സാക്ഷി വേണോ? ചേട്ടൻ ശരിക്കും അമ്മൂനെ സ്നേഹിക്കും. श्रीधराय नमः सत्यं भीषणाय नमः सत्यं
സ്വാമികളെ, എന്റെ കൊച്ചുമോൻ ആഗ്രഹിച്ച പൂജ ചെയ്തിരിക്കുകയാണ്. തെറ്റൊന്നും ഇല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് ആരതി ചെയ്യാമല്ലോ അല്ലേ? ഉറപ്പായിട്ടും ചെയ്യാം. അതുകൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. വേദാന്തേ, നീ ആരതി ചെയ്യ്. സാഹിത്യ, നീ അവിടെ തന്നെ നിന്നോളൂ. വിക്കി, ആരതി ഒഴിഞ്ഞോളാ. ആ ആദ്യ സിദ്ധാർത്ഥ്, നിങ്ങൾ വരും. സാഹിത്യ, എന്താ നോക്കിക്കുന്നേ? അത് അടിക്കുന്നേ. തിരുമേനി, എല്ലാവരുടേതും കഴിഞ്ഞു. നിക്ക് സുഹാസിനി, എല്ലാവരുടെയും എവിടെയാ കഴിഞ്ഞത്? പ്രമീള, മഞ്ജു, മക്കളും എല്ലാവരും ചേർന്ന് ആരതി ചെയ്യൂ.
എല്ലാരും ഇവിടെ തന്നെ അല്ലേ? കണ്ണം മാത്രം അവിടെ ഒറ്റയ്ക്ക് വീട്ടില്. ഞാൻ ഭക്ഷണം ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടല്ല വന്നത്. പാവം, അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ എന്തോ. ഒരു മിനിറ്റ്. പറയൂ. വാങ്ങിച്ചോ. ചെക്കോ? ഇതെന്തോ ബാങ്ക് ചെക്ക് പോലുണ്ടല്ലോ. അത് ഈ ചെക്ക് എന്തിനാ സുഹാസിനി എനിക്ക് തരുന്നേ? ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയത് നിങ്ങളല്ലേ? അതിനുള്ള പേയ്മെന്റ്. എന്നോട് ക്ഷമിക്കൂ സുഹാസിനി. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങള് സ്വന്തക്കാരുടെ കയ്യിൽ നിന്ന് കാശൊന്നും വാങ്ങാറില്ല. അല്ലെങ്കിലും ഇതൊന്നും കാശിനു വേണ്ടിയല്ല ഞാൻ ചെയ്തത്. നിങ്ങളിതിനെ വേറെ രീതിയിൽ കാണുമെന്നും വേണ്ട. നിങ്ങൾ എന്തായാലും ഇത് വാങ്ങിച്ചേ പറ്റൂ. നിങ്ങൾക്കും കഷ്ടപ്പാടൊക്കെ കാണുമല്ലോ. അതുമല്ല, നിങ്ങള് ആരതിയുടെ കല്യാണത്തിന് വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടെന്നും അറിഞ്ഞു.